ഗൈസ് ഇവിടെ എന്തോ ഇതത് തെങ്ങിൻ്റെ സാധനമില്ലേ അതൊക്കെ വീണ് നടക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ അടുത്തുള്ളൊരു കനാലാണ് പലരുടെ തോട് എന്നൊക്കെ പറയും ചിലവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കനാലിക്കാണ് പലവിടെ തോട് എന്നൊക്കെ പറയും. അവിടെ കണ്ടങ്ങളും എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും കാഴ്ചകളിലേക്ക് പോവാം. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ളോഗ്സ്. കനാലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് നിറഞ്ഞ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയാൽ ഫുള്ള് വ്യൂ കിട്ടും. ഈ ഏരിയ ഒന്നും മറക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ഓക്കെ, എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തൊക്കെ ഇല്ലേ കുറേ ഇവിടെ ഒന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ തൊടി കണ്ടോ, അവിടെ നമ്മുടെ വീട്, നമ്മുടെ തൊടിയാണ്. ആ തൊടിൻ്റെ വീഡിയോ നമ്മുടെ പുറമെ ഇടണം, കമൻറ്റ് ചെയ്യാം, എന്തായാലും അത് വരും. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെറുപ്പത്തിൽ മീൻ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ടച്ചൊക്കെ വെട്ടി പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞ് നമ്മൾ ഇനിയും അതിനുള്ള കണ്ടൻറ്റൊക്കെ നമ്മൾ ഇനി വരും. നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് നമ്മളെ വീഡിയോസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ എടുക്കണം വിചാരിച്ചായിരുന്നു, എന്തായാലും സ്കൂളിൽ പോയില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ വെള്ളമൊക്കെ ഫുള്ള് കാരണം ഇവിടെ നമ്മൾ പുല്ലൊക്കെ അടിച്ചു കൊടുക്കേണ്ട അറിയാണ്ടാണ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ തട്ടെ, അവിടെ ആരോ എന്തോ കണ്ടെത്തെന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. കവിനെയൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിവിടെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. ഇനി ഇതാണ് നമ്മുടെ നാട് മേലാർക്കോട്. മേലാർക്കോടിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കുറേ ഭാഗങ്ങളായിട്ട് നമ്മുടെ ചാനലായിട്ട് വരും. ഇത് വെറും ഒരു ചെറിയ ഭാഗം. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കനാലാണ്. ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ഒന്നാമത് മഴക്കാലം. ഇതിപ്പോൾ കനാൽ ഏതാണ് പുല്ല് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇതാണ്ട, ഇത് കനാലാണ്, പക്ഷെ അതിന് മേലെ ഇതൊന്ന് കിടക്കാൻ, മനസ്സിലായില്ലേ? പണ്ട് ചെറുപ്പത്തിൽ എത്ര പക്ഷെ വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥലം മാറി. കണ്ടങ്ങളൊക്കെ വൻ ശോകം. ഇപ്പോൾ ഇവിടുത്തെ ഒരു കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തെ ഭാഗത്തൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. വല്ല പുഴ ഒഴുകണ പോലെയാണ് കണ്ടങ്ങളൊക്കെ ഒഴുകേണ്ടത്. ഓക്കെ, ഞാൻ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇത്ര നേരം നിൽക്കുകയായിരുന്നു. മഴ നിന്നപ്പോൾ നമ്മൾ വന്നാണ്. അവിടെ ആരും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കനാൽ. മഴ വരുന്നുണ്ട് കേട്ടോ, മഴ വരുന്നുണ്ട്. നനയാനുള്ളൊരു പരിപാടിയിലാണ്. ഇതുണ്ട്, അതാണ് കനാൽ. ഇവിടേക്ക് ഇങ്ങനെ നല്ല പുല്ലൊന്നുണ്ട്. അത് നമ്മുടെ ഉണ്ടപ്പാലെന്ന് പറയും. ഉണ്ടപ്പാൽ എവിടെ തന്നെ, എവിടെ നിൽക്കും ഗൈസ്? മഴ ചെറുതായിട്ടൊന്ന് ചതിച്ചു. മഴ നിന്നപ്പോൾ കുറേ ഇടങ്ങളിൽ എടുത്തില്ല. ഫുൾ മഴയത്താണ് നിൽക്കുന്നത്. എന്തായാലും ഒരു വ്യൂ. ഗൈസ്, മഴയൊന്നും നോക്കാതെ വീഡിയോ ഇടുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. ഇനിയും ഇങ്ങനത്തുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സ്റ്റിൽ സപ്പോർട്ട്. ഓക്കെ, ദിസ് ഈസ് അവർ കനാൽ. ഇവിടെ നിന്നൊക്കെ ഒരുപാട് വട്ടം നമ്മൾ മീൻ പിടിച്ചാൽ കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത ദിവസങ്ങളുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മീൻ നമ്മൾ പിടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെയുള്ള പല ഡേയ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് മഴ നമുക്കൊരു സീനില്ല. ദിസ് ഈസ് അവർ മേലാർക്കോടിലെ ചെറിയ ഭാഗം. ഇങ്ങനെയും പറയാം. കണ്ടം നമ്മുടെ പാലക്കാട്. നമ്മുടെ നാടിനെ കുറിച്ച് അറിയാത്തവർക്ക് ക്ഷയിക്കുന്നത് വേണ്ടിയാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഉണ്ടാ വെള്ളം ഇപ്പം അത്യാവശ്യം നിറഞ്ഞു. ഇതൊന്നുമല്ല, മറ്റേ പ്രളയ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ഈ ഒരു ഇതുവരെ കയറി അമ്മമാര് വെള്ളമായിരുന്നു.
നമുക്ക് ആ അറ്റം വരെ പോയിട്ടേ തിരിച്ചു വരാം. ഓക്കെ, ദിസ് ഈസ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഗൈസ് പണ്ടേ നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായതാണ്. ബട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും അത്ര ഇല്ല. ഒന്നാമത് പണ്ട് വീഡിയോസൊക്കെ ഇട്ടാൽ മിനിമം 10 വ്യൂസൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അത് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അത്യാവശ്യം ആൾക്കാർ നമ്മുടെ ആ ചാനൽ കാണാനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ ഈ വീഡിയോ ഇടുന്നു കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മേലറികൂടെ നമ്മളിനി അറിയപ്പെടുന്ന സ്ഥലമാക്കും. ഓക്കെ, എടാ മിനി വെള്ളച്ചാട്ടം വേണ്ട. ഓക്കെ, ഇനി അവിടെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് കാണാം. ഇവിടെയൊക്കെ വള്ളം കെട്ടിക്കാണ്. പക്ഷെ ഇത്രയൊക്കെ മഴ പെയ്തിട്ടും നമ്മുടെ ഈ പാലക്കാട് കളക്ടർ ഇതൊന്നും കാണാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് സഹകരിച്ച് തരാം. സംഭവം രാവിലെ സത്യം പറയല്ലോ ഗൈസ്, രാവിലെ വെയിലുണ്ടായിരുന്നു. ഞാനും വെയിലായി ലീവൊന്നും മഴയൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം അടിപൊളി മഴ. ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ മിനി വെള്ളച്ചാട്ടം ഉണ്ടാവും. കണ്ടങ്ങൾ അതുകൊണ്ടാണ് കണ്ടങ്ങൾ നിറഞ്ഞ് നിൽക്കാത്തത്. ഇല്ലെങ്കിൽ കണ്ടമൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ടാവും. വഴിയാണോ അത് ചാലാണെന്ന് നമുക്ക് കണ്ടറിയില്ല കേട്ടോ. എന്തെന്നേലും എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. എനിക്കതില്ലേ, ലെങ്ത്ത് കൂടും തോറും വീഡിയോ അപ്ലോഡ് ആക്കുന്ന ടൈമും കൂടും. ദിസ് ഈസ് അവർ നാട്ടിലെ തോട്. അല്ല, പലവിടെ തോട് പറയും. മലപ്പുറം ഭാഗത്താണ് തോട് പറയും, നമ്മുടെ അവിടെ കനാലെന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാം. ദിസ് ഈസ് അവർ, ഇവിടെ നിന്നാണ് കറക്റ്റ് വ്യൂ. കണ്ടാ, നമ്മളിതാ അവിടെ നിന്നാണ് വന്നത്. സൂം ചെയ്താ അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും കാണാൻ പോണ കാഴ്ചകൾ പറഞ്ഞറിയിക്കണില്ല ആവശ്യം. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമല്ല, ആ ഉണ്ടപ്പാലം ഞാൻ കാട്ടില്ല, അവിടെയാണ് നമ്മൾ സാധാരണ നമ്മുടെ സ്പോട്ട്. ഇത് നമ്മുടെ ജസ്റ്റ് ഒരു സ്പോട്ട്. അറ്റം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ അപ്പാടെ കണ്ടം. ഇത് അതിൽ നിന്ന് വരുന്ന വെള്ളം കണ്ട അവിടെ ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം അതാണ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. ഇതിലേക്ക് മീനുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒന്നും പിടിച്ചൊന്നും കിട്ടില്ല. ഒഴുക്കുള്ള വെള്ളമാണ്, ഇതിലേക്ക് കുറയണം. ഗൈസ് തിരക്കുള്ള നമ്മുടെ പിന്നെ അങ്ങോട്ട് റോഡുണ്ട്, അവിടെയും ഇത്തിരി പ്ലേസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഏകദേശം ഇപ്പോൾ തന്നെ ഓവർ ലെങ്ത് ആയി, മനസ്സിലായില്ലേ? അപ്പം എന്തായാലും നമ്മൾ നിർത്താനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. വീഡിയോസ് ഇവിടെ മസ്റ്റായി ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാട്ടിത്തരാം. ഇനി അവിടേക്ക് നടക്കുന്നൊക്കെ എടുത്തുണ്ടല്ലോ, വേറൊന്നുമില്ല, ലെങ്ത് അങ്ങോട്ട് കൂടും. സ്റ്റിൽ സപ്പോർട്ട് ചെയ്യാം. സംഭവം നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്ന് പണ്ട് തൊട്ടേ ആഗ്രഹങ്ങളുണ്ട്, മതിയായ ആഗ്രഹങ്ങളുണ്ട്. ബട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം മൂലമായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനൊന്നുമില്ല. ആരെന്ത് വിചാരിച്ചാലും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, വീഡിയോ എടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഇത് മാത്രമേ കാട്ടുന്നുള്ളൂ. അപ്പോൾ ഇനി കുറേ സ്ഥലങ്ങൾ ഇനി നമ്മുടെ ചാനൽ വരാനുണ്ട്. വ്ളോഗ് ചാനൽ എന്ന പേരിൽ നമ്മൾ പ്രാവുകളിലാണ് കൂടുതലും വരുന്നത്. ബട്ട് ഇനി മുതൽ സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെയുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഇത്ര 3000 ഉണ്ടെങ്കിൽ, 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാവുകളിൽ കൊണ്ട് മാത്രമാണ് പ്രാവുകളുടെ വീഡിയോസും പുറമേ വന്നിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് കാഴ്ച കണ്ട് നേരെ വീട്ടിൽ പോവാം. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗൂസ് നമ്മൾ അവിടെ തന്നെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മൾ നേരത്തെ കാട്ടിത്തന്ന എന്തൊക്കെ മറന്നാലും നമ്മുടെ ഉണ്ടപ്പാലം മറക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ പറയാട്ടെ, അത് പാലം അങ്ങനെയാണ്. ഇവിടെ ഒരു പാലമുണ്ട്, കാട്ടിത്തരണ്ട. അത് ഞാൻ കാട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പാലമുണ്ട്. ദിസ് ഈസ് കാളയും ഉണ്ടപ്പാലം. പുല്ല് വന്നുകൊണ്ട് ഒത്തിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങനൊന്നുമല്ല,
എല്ലാം മാറി. ഓക്കെ, അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യേണ്ട നേരമായിരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്ഥലങ്ങളുമായും പടാവുള്ള വിശേഷങ്ങളുമായും പലതരം വീഡിയോസുകളായും നമ്മൾ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ദിൽഷാദ്. പുതിയ ഔട്ട്രോ ഉണ്ടത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.